നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമ്മള് കേരളത്തിലോട്ട് വരികയാണെങ്കിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UDF ഏറെക്കുറെ 90 സീറ്റ് കടന്ന് 100 സീറ്റിന്റെ അടുത്തെത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സതീശൻ പറഞ്ഞ പോലെ ഒരു 100-102 എത്തുന്നുണ്ട്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സീറ്റാണ് ബേപ്പൂരിലെ സീറ്റ്, അമ്പുക്കാന്റെ സീറ്റ്. ഇപ്പം നമുക്കറിയാം, നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒറ്റക്ക് നിന്നുങ്ങാണ്ട് 20,000-ഓളം വോട്ട് പിടിച്ച് പിണറായിസവും അപ്പുറത്തെ മരുമോനിസം ഇങ്ങനെ കുറെ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചെങ്ങാണ്ട് വലിയ തരത്തിലുള്ള ഒരു ആകാംക്ഷ ചലിപ്പിച്ചൊരു ഇലക്ഷൻ ആയിരുന്നു നടന്നത്. അപ്പൊ ബേപ്പൂരിലോട്ട് നോക്കുമ്പോൾ ഇപ്പം അൻവർ വളരെയധികം പിന്നിലാണ്. ഇലക്ഷൻ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 3,000-ഓളം 4,000-ഓളം വോട്ടിനടുത്ത് പുറകിലാണ് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം കാണുന്നത്? അത് മഹബ് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ ക്രൈമിന്റെ ഒരു ഈ എക്സിറ്റ് പോളൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ ക്രൈമിന്റെ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തില് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഏതാണ്ട് 14 മന്ത്രിമാര് തോൽക്കും എന്ന് തന്നെയാണ് നമ്മൾ കൃത്യമായൊരു അവലോകനം നടത്തി പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു ലീഡ് നില പരിശോധിക്കുമ്പോൾ 3 മന്ത്രിമാരൊഴികെ ബാക്കി എല്ലാവരും കടുത്ത മത്സരം നേരിടുന്നു, എല്ലാവരും പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തില് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 2000 ശിഷ്ടം വോട്ടിന്റെ പിറകിലേക്ക് പോയി എന്നുള്ളത്, അതായത് സ്വന്തം മണ്ഡലത്തിൽ പോലും പിറകിൽ പോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ LDF മന്ത്രിമാര് ലീഡ് ചെയ്യുന്നത് സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ലീഡ് ചെയ്യുന്നു, മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നു. ധർമ്മടം ലീഡൊക്കെ എന്തായാലും മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ KN ബാലഗോപാൽ കൊല്ലത്തും ലീഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും കടുത്ത മത്സരം നേരിടുന്നു. ഇവിടെ വഹബ് പറഞ്ഞതുപോലെ ഈ ബേപ്പൂര് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന കഴിഞ്ഞ തവണ ഗംഭീര ഭൂരിപക്ഷത്തിന് നേടിയ ഒരു മണ്ഡലം. ഇവിടെ PV അൻവർ കളന്നെറിഞ്ഞ് ചോദിച്ചു മേടിച്ച മണ്ഡലമാണ്. അതായത് പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് എവിടെ മത്സരിക്കുന്നോ ആ സീറ്റിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും സുരക്ഷിതമായ മണ്ഡലം ചോദിച്ചു വാങ്ങുമ്പോൾ തീർത്തും വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുള്ള ബേപ്പൂരാണ് PV അൻവർ ചോദിച്ചു മേടിച്ചത്. അപ്പോൾ ശക്തമായ ഒരു പോരാട്ടം തന്നെ ബേപ്പൂരിൽ നടക്കും എന്ന് PV അൻവർ കളത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് അറിയാമായിരുന്നു. എങ്കിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് വിജയിച്ചു വരാൻ സാധിക്കും, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കും എന്നാണ് PV അൻവർ പറഞ്ഞത്. എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പൊ ആ രീതിയിലായിരുന്നു നമുക്ക് കണക്കിലെടുക്കാമെങ്കിലും PV അൻവർ കുറച്ചുകൂടി കടത്തി 1-2 കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനോട് താൻ തോൽക്കുകയാണെങ്കിൽ തല മുട്ടയടിച്ച് കമ്മലിട്ട് മിഠായി തെരുവിലൂടെ താൻ നടക്കും എന്നാണ് PV അൻവർ പറഞ്ഞത്. മറിച്ച് താൻ ജയിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് തലയൊന്നും മുട്ടയടിക്കണ്ട, കടുക്കനിട്ട് നടക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ലീഡ് നില പുറത്തു വരുമ്പോൾ ഏതാണ്ട് വ്യക്തമായ 2 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ വ്യക്തമായ ഒരു ലീഡ് നില മുഹമ്മദ് റിയാസ് നിലനിർത്തുന്നുണ്ട്. ഏതാണ്ട് 4,000-അടുത്തുള്ള വോട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ PV അൻവർ മുട്ടയടിച്ച് കടുക്കനിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണോ കാര്യങ്ങൾ ചെന്ന് നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ആ ഒരു സംശയം ഏതാണ്ട് ബലപ്പെടുത്തുന്ന രീതിയിലാണ് ബേപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പം നമുക്കറിയാം, CPM-ഉമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷമാണ് അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നു. പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു നിലമ്പൂരിൽ. അതിനുശേഷം നടന്ന ബൈ ഇലക്ഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, 20,000-ഓളം വോട്ട് സമാഹരിക്കുന്നു. അതിനുശേഷം DMK എന്ന് പറഞ്ഞ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പറയുന്നു അത് ഒരു NGO മാത്രമാണ്, ഒരു മൊമെന്റ് മാത്രമാണ് എന്നുള്ളത് പറയുന്നു. പിറ്റേ ദിവസം തമിഴ്നാട്ടിൽ പോകുന്നു, ചെന്നൈയിൽ പോകുന്നു, സ്റ്റാലിനുമായിട്ട് കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുന്നു. പക്ഷെ സ്റ്റാലിൻ കൂടിക്കാഴ്ചക്ക് തയ്യാറായില്ല. അതെ, പകരം മറ്റ് DMK നേതാക്കളുമായി കാണുന്നു, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു, അതിന് തമിഴിൽ ഒരു ക്യാപ്ഷനും കൊടുക്കുന്നു. ഇത്തരത്തില് എല്ലാവരും പ്രതീക്ഷ ചിന്തിച്ചത്
DMK-യിലോട്ട് പോകുന്നു. DMK മുഖാന്തരം ഇവിടെ കേരളത്തിൽ DMK ഇനി മത്സരിക്കും എന്നുള്ള ഒരു തരത്തിൽ എല്ലാവരും ചിന്തിക്കുന്നു. കൊടുന്നനെ ഒരു മാസത്തിനകം പെട്ടെന്ന് മാറുന്നു, തൃണമൂലിലോട്ട് പോകുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുന്നു. അതിനുശേഷം പാർട്ടി അവിടെ ഈ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, അതായത് BJP-ക്കെതിരെ ശക്തമായ ഒരു ഭരണകൂടം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയനും, അതായത് നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാടിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു കളി അവിടെ കളിച്ചു. അതുകൊണ്ട് തന്നെ DMK-യുടെ ഭാഗമായി PV അൻവറിനെ എടുക്കാൻ സ്റ്റാലിൻ പച്ചക്കൊടി കാണിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പുറത്തറിഞ്ഞത്. പറയൂ. അപ്പം അങ്ങനെ ശേഷം തൃണമൂൽ കോൺഗ്രസിലോട്ട് പോകുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഓൾറെഡി അവർക്ക് ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരെ അവരൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അൻവർ അവിടെ രംഗത്ത് വരുന്നു. അതിന്റെ ഇടയിൽ വലിയ മുറുമുറുപ്പ് ഉണ്ടാവുന്നു പാർട്ടിക്കുള്ളിൽ. എന്നിരുന്നാൽ പോലും പിന്നീട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന്റെ പേരിൽ പാർട്ടിയായിട്ട് വീണ്ടും തെറ്റുന്നു. ഇലക്ഷന് എത്തി നിൽക്കി വെറും 2 ആഴ്ച മുമ്പാണ് ഒഫീഷ്യലി പാർട്ടിയിൽ നിന്നും തൃണമൂലിൽ നിന്നും മാറുന്നു. കാരണം കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ലയിക്കുന്നില്ല. പ്രത്യേകിച്ച് BJP-ക്കെതിരെ CPM-നെതിരെ പോരാടേണ്ട ഒരു നിലയിലാണ്. ആ സമയത്ത് തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃണമൂലം വിട്ടത്. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം വിട്ടു, അതിനുശേഷം DMK ഉണ്ടാക്കി, DMK സ്വീകരിക്കുന്നില്ല. പിന്നീട് UDF-ലേക്ക് ചേക്കാരൻ നമ്മുടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ PV അൻവർ ശ്രമിക്കും, വലിയ തരത്തിൽ ശ്രമിക്കും. അതിന് സതീശനാണ് അതിന് തടയിട്ടത്. സതീശനെ ഒറ്റയ്ക്ക് മത്സരിക്കാത്തത് വലിയൊരു, എല്ലാവരും പേടിച്ചെന്ന സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുക, തോറ്റു എന്നുള്ള രീതിയിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത നേതാവ് കൂടിയാണ് സതീശൻ. അല്ല, അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വിജയമായിരിക്കും. എന്നാൽ അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, ആര്യടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയാണെങ്കിൽ അത് എന്റെ പരാജയമായിരിക്കും എന്ന് അന്നും BD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്നുള്ളതാണ് നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഈ UDF 100 സീറ്റിലധികം നേടി UDF-ന് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. മറിച്ച് UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ അത് UDF ടീം വർക്ക്, ടീം വിജയമായിരിക്കും. പരാജയപ്പെടുകയാണെങ്കിൽ, ഭരണം കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു നിലപാട് BD സതീശൻ ഇതിൽ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് BD സതീശന്റെ നിലപാടുകൾ ശരിവെക്കുന്ന തരത്തിൽ ജനങ്ങൾ UDF-നൊപ്പം നിന്നു എന്ന് വേണം ഇതുവരെയുള്ള ലീഡ് നില നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. പറഞ്ഞു വരുന്നത് PV അൻവറിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ PV അൻവർ UDF-ലേക്കും വരാനുള്ള സാധ്യതകൾ ഇല്ലാതെയായപ്പോഴാണ് വീണ്ടും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത്. പറയൂ വഹാബ്. അവിടെ നിന്നിട്ടാണ് ഇപ്പൊ ഇന്ന് കാണുന്ന തരത്തിലേക്ക് ആള് മത്സരിക്കാനുള്ള ഒരു കളമൊരുങ്ങുന്നത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് നാളുകൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസ്സായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തിരിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്വീകരിച്ച നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ തളിപ്പറമ്പില്, അതുപോലെ പയ്യന്നൂരില്, അമ്പലപ്പുഴയില്, കൊട്ടാരക്കരയില് ഒക്കെ ഈ LDF വിട്ടുവന്ന ആളുകളെ സ്ഥാനാർത്ഥിത്വം നൽകി, അതുപോലെ PK ശശി സ്ഥാനാർത്ഥിത്വം നൽകി മത്സരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ UDF പാളയത്തിലേക്ക് PV അൻവറിനെ കൂടി എത്തിക്കുകയായിരുന്നു. അത് ശക്തമായ ഒരു നിലപാട് തന്നെയായിരുന്നു. UDF വികസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരം ഒരു തീരുമാനമെടുത്തത്. അതിനെല്ലാം പുറത്തു വരുന്ന ലീഡ് നിലകൾ നോക്കുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ അല്പമെങ്കിലും ഒരു ഇടർച്ച എന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല. എങ്കിലും ബേപ്പൂരിലെ ലീഡ് നില നോക്കുമ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഇനിയും പൂർണ്ണമായിട്ട് വോട്ടുകൾ എണ്ണി കഴിഞ്ഞിട്ടില്ല. 2 റൗണ്ട് കഴിയുമ്പോഴാണ് ഈ 4000-ന് അടുത്തുള്ള ലീഡ് മുഹമ്മദ് റിയാസ് നിലനിർത്തുന്നത്. കഴിഞ്ഞ സമയത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഹമ്മദ് റിയാസ് നിലനിർത്തിയ ആ ഒരു ഭൂരിപക്ഷം നോക്കുമ്പോൾ PV അൻവർ അതിനെ മറികടക്കും എന്ന് തന്നെയുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ 4000 ശേഷം വോട്ടിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ PV അൻവർ മൊട്ടയടിക്കാൻ ആളെ ഏർപ്പാടാക്കുമോ, കടുക്കൻ പണിയാൻ ഓർഡർ കൊടുക്കുമോ എന്നുള്ളതെല്ലാം സാമാന്യനെ ജനങ്ങൾ ഇപ്പോൾ പരിഹാസദ്യോതകമായി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് ക്യാമ്പുകളിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായിരിക്കും അക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളത് ആർക്ക് പറയാൻ സാധിക്കും?